അയച്ചത് അറിയാമെങ്കിൽ നല്ല മഴ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു മൂന്നാമത്തെ ഏരിയ കുറച്ചെടുത്തു. അതിനുശേഷം റെക്കോർഡ് ക്ലാസ്സിലേക്കാണ് പോയത്. നമ്മൾ പഠിച്ചുവന്ന പാഠം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. കൾച്ചർ ആൻഡ് നാഷണാലിസം, സംസ്കാരവും ദേശീയതയും എന്നറിയപ്പെടുന്ന പാഠമാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇന്ത്യക്കാർക്കിടയിലെ നാഷണാലിസം എന്ന ഫീലിംഗ് വളർത്തുവാൻ, ദേശീയത എന്നൊരു ഫീലിംഗ് വളർത്തുവാൻ സഹായിച്ച 5 പ്രധാന ഫാക്ടേഴ്സ്, 5 പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ 5ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ 3 ഫാക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് തീർത്തായിരുന്നു, നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യ ഫാക്ടർ എന്തായിരുന്നു? സോഷ്യൽ റിഫോംസ്, സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തേതായിരുന്നു പ്രസ്, പറഞ്ഞാണ് പ്രസ് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. മൂന്നാമത് എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ഇത് മൂന്നും എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ നാഷണാലിസം അല്ലെങ്കിൽ ദേശീയത എന്നൊരു വികാരം വളർത്തിയത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഒന്നാമത് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എങ്ങനെയാണ് സഹായിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റേഴ്സ് ഷെയർഡ് their sentiments with the people through poetry, novel, drama, etc. അപ്പൊ ലിറ്ററേച്ചർ എന്താ? ലിറ്ററേച്ചർ മീൻസ് സാഹിത്യങ്ങൾ. അപ്പൊ സാഹിത്യങ്ങൾ നിങ്ങളെ കൂടുതൽ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും, സാഹിത്യകാരന്മാരും സാഹിത്യകാരികൾ കാണുമായിരിക്കും. കഥയോ അല്ലെങ്കിൽ പാട്ടോ നോവലോ എന്തെങ്കിലും എഴുതുന്ന ആൾക്കാർ നിങ്ങളിൽ കാണുമായിരിക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയപ്പെടുന്ന സാഹചര്യത്തില ഇന്ത്യയിലെ പല പല കോണുകളിൽ ഒരുപാട് ലിറ്ററേച്ചർ, ഒരുപാട് സാഹിത്യകാരന്മാർ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അവരെന്ത് ചെയ്തു? അന്ന് അവരുടെ ഏതിലൂടെയൊക്കെ? പോയട്രി, അവരുടെ കവിതകളിലൂടെ, നോവലുകളിലൂടെ, ഡ്രാമ, നാടകങ്ങളിലൂടെ, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്തു? അന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമൂഹികവും മതപരമായ അനാചാരങ്ങൾ, അസമത്വങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്തു? ഒന്നുകിൽ അവരുടെ കഥകളിലൂടെയോ കവിതകളിലൂടെയോ നോവലുകളിലൂടെയോ നാടകങ്ങളിലൂടെയോ എന്ത് ചെയ്തു? ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് നോക്കാനുള്ളത് 4 പോയിന്റ് മാത്രമേ പഠിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞ പോയിന്റുകൾ ബേസിക്കലി ആരെയുള്ള പോയിന്റ് ആണ്. എന്താണ്? ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ ഈ പറഞ്ഞ ലിറ്ററേച്ചർ സാഹിത്യം സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിന്റെ പല സാഹിത്യകാരന്മാരും അവരുടെ കഥകളിലൂടെയോ കവിതകളിലൂടെയോ നാടകങ്ങളിലൂടെയോ എന്ത് ചെയ്തു? അന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ബ്രിട്ടീഷുകളുടെ എക്സ്പ്ലോയിറ്റേഷൻ ആയിക്കോട്ടെ, ചൂഷണങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ റിലീജിയസ് ഇനിക്വാലിറ്റീസ് ആയിക്കോട്ടെ, സാമൂഹ്യ മതപരമായിട്ടുള്ള അനാചാരങ്ങളായിക്കോട്ടെ, അതെല്ലാം വളരെ വ്യക്തമായി ആരിലെത്തിച്ചു? ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു. ഇവിടെ 4 കാര്യം പഠിക്കുന്നുണ്ട് നമുക്ക്. ഒന്നാമത് ഭാരത് മാത. ഭാരത് മാതയെ കുറിച്ച് പറഞ്ഞാൽ അതൊരു പ്ലേ അല്ലെങ്കിൽ ഒരു നാടകമാണ്. ഫസ്റ്റ് നോക്കാനുള്ളത് ഭാരത് മാതയാണ്. ഭാരത് മാത എന്താണ്? അതൊരു നാടകമാണ്. ആരൊക്കെ എഴുതിയത്? സിസിൽ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും കൂടി ചേർന്ന് 2 പേര് പഠിച്ചോളുക. അപ്പോൾ സിസിൽ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും കൂടി എഴുതിയ ഒരു നാടകമാണ് ഭാരത് മാത. അപ്പോൾ ആദ്യമായി ഇന്ത്യക്കാർക്കിടയിൽ ഭാരത് മാതയെ കുറിച്ചുള്ള ഭാരത് മാത ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഭാരത് മാതയെ കുറിച്ചുള്ള ഒരു സങ്കല്പം നമുക്കിടയിലേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ നാടകത്തിലൂടെയാണ്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിനിമകൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരുപക്ഷെ നമ്മൾ ആ ക്യാരക്ടറായി മാറും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ നമ്മളെ ഇടയിലേക്ക് എത്തും. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് എഴുതപ്പെട്ട അല്ലെങ്കിൽ അന്നുണ്ടായ നാടകങ്ങളൊന്നായ ഭാരത് മാത എന്നറിയപ്പെട്ട ഒരു നാടകം കാണുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി ഇന്ത്യക്കാർക്കിടയിലൊക്കെ ഭാരത് മാതയെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ്, ഭാരത് മാത എന്താണ് എന്നൊരു സങ്കല്പം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു നാടകത്തിലൂടെ സാധിച്ചു. ആർക്ക്? സിസിൽ കുമാർ ഘോഷനും സത്യേന്ദ്രനാഥ് ടാഗോർ. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ ലിറ്ററേച്ചർ സഹായിച്ചു. അതിൽ ഫസ്റ്റ് പറഞ്ഞ നാടകമാണ്. ഏത് നാടകം? ഭാരത് മാത എന്നൊരു പ്ലേ. എഡിറ്ററുമായി സിസിൽ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. ഫസ്റ്റ് ടൈം ആദ്യമായി തന്നെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ഭാരത് മാതയെ കുറിച്ചുള്ള ഒരു സങ്കല്പം നമുക്ക് ഇതിലൂടെ എന്നെ സാധിച്ചു എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ്. ഇനി രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമഠം. ആനന്ദമഠത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോവലാണ്. ആനന്ദമഠം എന്താ? ഒരു നോവലാണ്. അത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലാണ് ഏത്? ആനന്ദമഠം. നമ്മൾ ആലപിക്കുന്ന വന്ദേ മാതരം, നമ്മൾ ആലപിക്കുന്നില്ലേ, ആ വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ഈ ആനന്ദമഠത്തിൽ നിന്നാണ്. അപ്പൊ 2 കാര്യങ്ങളാണ്. അപ്പോൾ ആനന്ദമഠം എന്നറിയപ്പെടുന്ന ഒരു നോവലാണ്. അത് എഴുതിയത്
ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി നമ്മൾ ആലോചിക്കുന്ന വന്ദേ മാതരം എന്ന സോങ് എടുത്തുള്ളതും ഏതിൽ നിന്നാ? ഈ പറഞ്ഞ ആനന്ദമഠത്തിൽ നിന്നാ. ഇനി നമ്മൾ ആനന്ദമഠം പരിശോധിക്കുമ്പോൾ അതിന്റെ സെൻട്രൽ തീമിനെ കുറിച്ച് പറഞ്ഞാല് സന്യാസി റിവോൾട്ട്. ബംഗാളിൽ നടന്ന സന്യാസി കലാപങ്ങളെ കുറിച്ച്. ബംഗാളിന്റെ പല പ്രദേശങ്ങളായി അന്ന് ഒരുപാട് കലാപങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സന്യാസിമാരുടെ കലാപമാണ്. അപ്പൊ ഒരു സന്യാസി റിവോൾട്ടിനെ കുറിച്ചാണ്, സന്യാസിമാരുടെ കലാപത്തെ കുറിച്ചാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ ആനന്ദമഠത്തിനകത്ത് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ. രണ്ടാമത് നമ്മുടെ രണ്ടാമത് എന്താണ്? ഒരു നോവലാണ്. ഏത് നോവലാണ്? ആനന്ദമഠം എന്ന നോവലാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. ആ നോവൽ എഴുതാരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ആരംഭിക്കുന്ന വന്ദേ മാതരം എന്ന സോങ് എടുത്തിട്ടുള്ളത് ഈ ഒരു ആനന്ദമഠത്തിൽ നിന്നാണ്. അതിന്റെ തീം അല്ലെങ്കിൽ എന്നിട്ട് പറയപ്പെടുന്നതിനെ കുറിച്ചാണ്. ബംഗാളില് ഒരു സന്യാസി റിവോൾട്ട്, സന്യാസിമാരുടെ കലാപത്തെ കുറിച്ച്. ഒരുപാട് പെസൻസ്, ബംഗാളിൽ ഒരുപാട് ഫാർമേഴ്സ് ഉണ്ടായിരുന്നു. ബംഗാളിലെ ഒരുപാട് കർഷകർ, ആ കർഷകർ നേരിട്ട പ്രശ്നങ്ങളാണ്. ബംഗാളിലെ സന്യാസിമാരായ കർഷക വിഭാഗമാണ്. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ബംഗാളിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ നമ്മൾ ഏത് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ ആനന്ദമഠം സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ മൂന്നാർ പോകുന്നത് നീൽദർപ്പൺ. നീൽദർപ്പൺ എന്നറിയപ്പെടുന്നത് അതൊരു നാടകം തന്നെയാണ്. നീൽദർപ്പൺ എന്താണ്? അതൊരു നാടകം, ഡ്രാമയാണ്. നീൽദർപ്പൺ ഒരു നാടകമാണ്. അത് എഴുതിയത് ദിനബന്ധു മിത്ര. നമുക്ക് അതെല്ലാം 100 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് ഓരോന്ന് എഴുതിയ ആൾക്കാരുടെ പേരുകൾ ചോദിക്കും. അപ്പോൾ നീൽദർപ്പൺ എഴുതുക ദിനബന്ധു മിത്ര. നീൽദർപ്പൺ എഴുതുക ദിനബന്ധു മിത്ര. അപ്പൊ അതിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ ഇൻഡിഗോ ഫാർമേഴ്സ് നേരിട്ട പ്രശ്നങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻഡിഗോ റിവോൾട്ട് നമ്മൾ പഠിച്ചു. നീലം കർഷകരുടെ സമരത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ബംഗാളിലെ നീലം കർഷകര് നേരിട്ടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു നാടകമാണ് ഏതോ നീൽദർപ്പൺ. അത് എഴുതിയത് ദിനബന്ധു മിത്രയാണ്. ഇനി നമുക്ക് 3 മാർക്ക് ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ് ചോദിച്ചത്. നീൽദർപ്പൺ ഈ ഒരു നാടകം എഴുതിയ ആര്? ദിനബന്ധു മിത്ര. ഒരു മാർക്ക്. അതിന്റെ തീം എന്തായിരുന്നു? ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ബംഗാളിലെ ഇൻഡിഗോ ഫാർമേഴ്സ് നേരിടുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരിൽ നിന്നും ബംഗാളിൽ ഉണ്ടായിരുന്ന നീലം കർഷകർ നേരിടുന്ന ആ ഒരു ചൂഷണ അവസ്ഥയെ കുറിച്ചാണ് ഈ നാടകത്തിൽ പറഞ്ഞിരുന്നത്. ഇനി ചോദിച്ചത് അന്ന് ഇവരെ സഹായിക്കാനായി വന്ന സംഘടന ഏതായിരുന്നു? ഈ ഒരു ഇൻഡിഗോ ഫാർമേഴ്സിനെ സഹായിക്കാനായി ഒരു സംഘടന വന്നു. അത് ഏതായിരുന്നു? അത് ഇന്ത്യൻ അസോസിയേഷൻ. ചോദിക്കും ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു. ഏതായിരുന്നു? ഇന്ത്യൻ അസോസിയേഷൻ. അന്ന് നമ്മളെ പറഞ്ഞ രീതിയിലുള്ള ഇൻഡിഗോ ഫാർമേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി അന്ന് മുന്നോട്ട് വന്ന സംഘടനയായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏതാ? ദിനബന്ധു മിത്രയുടെ നീൽദർപ്പൺ. ഫൈനലി ലാസ്റ്റ് നോക്കാനുള്ളത് സാരേ ജഹാംസെ അച്ഛ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്രിയോട്ടിക് സോങ്, ഒരു നമുക്കിടയിൽ രാജ്യസ്നേഹം വളർത്തുന്ന ഒരു പാട്ട് ഏതാണ്? അതാണ് ഇത് സാരേ ജഹാംസെ അച്ഛ. അപ്പൊ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഒരു പാട്രിയോട്ടിക് ഫീലിംഗ് ഉണ്ടാവും. ഒരു രാജ്യസ്നേഹം വളർത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് ആരാ എഴുതിയത്? മുഹമ്മദ് ഇക്ബാൽ ആണ്. ഉറുദു കവിയായിരുന്ന മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസെ അച്ഛ എഴുതിയത്. അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പാട്രിയോട്ടിക് സോങ്. എന്തായാലും ഒരു പാട്രിയോട്ടിക് സോങ് അല്ലെങ്കിൽ രാജ്യസ്നേഹം വളർത്തുന്ന ഒരു കവിത ആയിരുന്നു. ഇത്രയേ ഉള്ളൂ ഏത് ലിറ്ററേച്ചർ. പൊതുവെ നമുക്ക് ഒന്നുകിൽ 3 മാർക്ക് 4 മാർക്ക് ഇത് കോമൺ ആയി നമുക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം എപ്പോഴും ചോദിച്ചു കാണുമ്പോൾ ഒന്ന് ആനന്ദമഠവും അതുപോലെ നീൽദർപ്പണമാണ് എപ്പോഴും ചോദിച്ചു കാണുന്നത്. നിങ്ങൾ ആ രണ്ടിനും ഇമ്പോർട്ടൻസ് പഠിച്ചുകൊള്ളുക. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം ഫീലിംഗ് വളർത്തുവാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഒന്ന് തന്നെയാണ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ പല കോണുകളിൽ ഉണ്ടായിരുന്ന പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പല സാഹിത്യകാരന്മാരും അവരുടെ കഥകളിലൂടെയോ കവിതകളിലൂടെയോ നാടകങ്ങളിലൂടെയോ ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ 4 കാര്യം പഠിച്ചു. ആദ്യം പറഞ്ഞത് ഭാരത് മാത എന്നറിയപ്പെടുന്ന ഒരു നാടകത്തെ കുറിച്ചാണ്. അത് എഴുതിയത് ആരൊക്കെ ചേർന്ന? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും കൂടി ചേർന്നാണ്. ആദ്യമായി ഇന്ത്യക്കാർക്കിടയിൽ ഭാരത് മാതയെ കുറിച്ചുള്ള ഒരു സങ്കല്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു നാടകത്തിലൂടെയാണ്. രണ്ടാം പറഞ്ഞത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലാണ്. നമ്മൾ ആലപിക്കുന്ന ഏത് വന്ദേ മാതരം എഴുതിയിരിക്കുന്ന ഈ ഒരു ആനന്ദമഠത്തിൽ നിന്നാണ്. എന്റെ തീം വലിയൊരു ആനന്ദമഠത്തെ കുറിച്ച് പറയപ്പെടുന്നത് ബംഗാളിൽ നടന്ന സന്യാസി റിവോൾട്ടിനെ കുറിച്ച്, സന്യാസി കലാപത്തെ കുറിച്ച് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ബംഗാളിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ഒരു
നോവലിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. മൂന്നാം പറഞ്ഞത് നീൽദർപ്പണാണ്. നീൽദർപ്പൺ എഴുതിയത് ആരാണ്? ദിനബന്ധു മിത്രയാണ്. ആ പേരത് കിട്ടും, നീൽദർപ്പൺ. നീലം എന്താ ഇവിടെ ഇൻഡിഗോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബംഗാളിലെ നീലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ബംഗാളിലെ നീലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിൽ പ്രധാനമായിട്ടും എന്താ എടുത്ത പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഇവരെ സഹായിക്കുന്ന നേരിടുന്ന സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ? മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ചാണ്. സാരേ ജഹാംസെ അച്ഛൻ ഒരു പാട്രിയോട്ടിക് സോങ് ആണ്. കേൾക്കുമ്പോൾ നമുക്ക് എന്താകും? ഒരു രാജ്യസ്നേഹം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയേ ഉള്ളൂ ഏതാ ലിറ്ററേച്ചറിനകത്ത് വരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആർട്ട് എന്ന ഏരിയയിലേക്ക്. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്താൻ സഹായിച്ച ലാസ്റ്റ് ഈ പാർട്ടിൽ ലാസ്റ്റ് ഫാക്ടർ ആണ് ആർട്ട്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പറയുന്ന ലിറ്ററേച്ചറാണ് പറഞ്ഞത്. നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കാൻ പോകുന്നു, ലാസ്റ്റ് ഇയറിലേക്ക് പോകുന്നു. എന്താണ് ആർട്ട് അല്ലെങ്കിൽ കല എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ എന്ത് വളർത്തിയത്? നാഷണലിസം വളർത്തിയത്. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് ഇന്ത്യക്കാർക്കിടയിൽ കല ആർട്ട് എങ്ങനെയാണ് ദേശീയത വളർത്തിയെന്ന് ചോദിച്ചാൽ ഇവിടെ ഒറ്റ കാര്യം മാത്രമേ എടുത്ത് പറയപ്പെടുന്നുള്ളൂ. ഈ ആർട്ടിനകത്ത് പറയപ്പെടുന്നത് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് മാത്രമാണോ കല എന്നറിയപ്പെടുന്നത്? അല്ല, ഈ ആർട്ടിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് കല. അതിന് ഒരു ഭാഗം മാത്രമാണ് പെയിന്റിങ്സ്. പക്ഷെ നമുക്ക് ഇവിടെ പറയപ്പെടുന്ന പെയിന്റിംഗ് കുറിച്ച് മാത്രമേ പറയപ്പെടുന്നുള്ളൂ. നിങ്ങൾ പഠിക്കാനുള്ളതും ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ ആർട്ട് സഹായിച്ചു, കല സഹായിച്ചു. എങ്ങനെ? ഇന്ത്യയുടെ പല കോണുകളിൽ ഉണ്ടായിരുന്ന ചിത്രകാരന്മാര് ചിത്രങ്ങളിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യക്കാർക്കിടയിൽ അത് പ്രചരിപ്പിക്കാൻ, ദേശീയത പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. ഓക്കെ, ഫസ്റ്റ് വൺ ഭാരത് മാത. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഭാരത് മാതയെ കുറിച്ച്, അല്ലെ? ഭാരത് മാത നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? അതൊരു പ്ലേ അല്ലെങ്കിൽ നാടകം. ഇവിടെ നമ്മൾ ഭാരത് മാതയെ കുറിച്ച് പറയപ്പെടുമ്പോൾ അതൊരു പെയിന്റിംഗ് അല്ലെങ്കിൽ ചിത്രം. ഭാരത് മാതയെ കുറിച്ച് പറയപ്പെടുമ്പോൾ എന്താ? അതൊരു പെയിന്റിംഗ്സ് ആയിരുന്നു. ആരാ വരച്ചത്? അഭിനേന്ദ്രനാഥ് ടാഗോർ. ആരായിരുന്നു? അഭിനേന്ദ്രനാഥ് ടാഗോർ വരച്ച ഒരു ചിത്രമാണ് ഭാരത് മാത. ആ ഒരു പിക്ചർ പിക്ചറിനകത്ത് ഉണ്ട്. ആ പിക്ചർ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇടയിലേക്ക് എത്തിക്കുന്ന നല്ല ഫുഡ്, നല്ല ഡ്രസ്സ്, ഷെൽട്ടർ, നമുക്ക് നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം എല്ലാം നൽകുന്ന ഒരു ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടാണ് എന്ത് ആ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഇടയിൽ എന്തുണ്ടാകും? ഒരു യൂണിറ്റി ഉണ്ടാകുന്നു, ഐക്യം ഉണ്ടാകുന്നു. കാരണം എന്താ? നമ്മളെല്ലാം ഒരു അമ്മയുടെ മക്കളാണ്. ഇന്ത്യക്കാരെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവിടെ എന്തില്ല? തമിഴെന്നോ തെലുങ്കെന്നോ മലയാളിയെന്നോ ഒടിയക്കാരെന്നോ ഒന്നുമില്ല. എല്ലാരും ഒന്ന് തന്നെയാണ്. ഭാരത് മാതയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അമ്മ, അല്ലെങ്കിൽ ഭാരതം നമ്മൾ ഒന്നാണ് എന്നൊരു ചിന്താഗതിയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പിക്ചറിലൂടെ പറയപ്പെടുന്നത്. നമുക്ക് നല്ല ഡ്രസ്സ്, നല്ല ഫുഡ്, നല്ല ഷെൽട്ടർ എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഐശ്വര്യ ദേവതയായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു പിക്ചറിലൂടെ അവരെ ടാഗോർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് അത് പാശ്ചാത്യ രീതി. നമുക്കറിയാം ചിത്രം വരയ്ക്കുമ്പോൾ വെസ്റ്റേൺ സ്റ്റൈലുണ്ട്, നമ്മുടെ ഓറിയന്റൽ സ്റ്റൈലും ഉണ്ട്, ഇവിടുത്തെ രീതിയുണ്ട്. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ സ്റ്റൈലിൽ പൂർണ്ണമായി മാറ്റി, പാശ്ചാത്യ ശൈലി പൂർണ്ണമായും മാറ്റി അതേ സ്ഥാനത്ത് ഓറിയന്റൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പൗരസ്ത്യ രീതിയിലുള്ള ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തത്. അവിടെയും ഒരു വണ്ണെടുപ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്, കൽക്കത്തയില് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരംഭിച്ചത് ആരായിരുന്നു ചോദിച്ചു. ആരായിരുന്നു? അഭിനേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. കാരണം എന്താണ്? അദ്ദേഹം ഓറിയന്റൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പൂർണ്ണമായി ഉപേക്ഷിച്ചു, പാശ്ചാത്യ രീതി പൂർണ്ണമായി ഉപേക്ഷിക്കുകയും അതേ സ്ഥാനത്തേക്ക് ഇവിടെയുള്ള പൗരസ്ത്യ രീതി അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ചിത്രങ്ങൾ കൂടുതലായി വരയ്ക്കുകയും ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഏത്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരംഭിച്ചത് എവിടെയാണ്? കൽക്കത്തയിലാണ്. ആരാരംഭിച്ചത്? അഭിനേന്ദ്രനാഥ് ടാഗോറാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത എന്നൊരു വികാരം വളർത്തുവാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്ന് തന്നെയാണ് ആർട്ട് അല്ലെങ്കിൽ കല. ഇവിടെ നമ്മൾ കലയെ കുറിച്ച് പറയപ്പെടുമ്പോൾ ചിത്രകലയാണ് എടുത്ത് പറയപ്പെടുന്നത്. ഒന്നാമത്തെ ചിത്രം നമ്മൾ പഠിച്ചു, ഏതായിരുന്നു? ഭാരത് മാത. അതാരാ വരച്ചത്? അഭിനേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഇനി ആ പിക്ചറിനകത്ത് പറയപ്പെടുന്നതിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവിധ ഐശ്വര്യവും എല്ലാം നൽകുന്ന നല്ല ആഹാരവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഐശ്വര്യ ദേവതയായിട്ടാണ് ഭാരത് മാതയെ ചിത്രീകരിക്കുകയും ചെയ്തത്.
ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? പൂർണ്ണമായും വെസ്റ്റേൺ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് അതേ സ്ഥാനത്തേക്ക് ഓറിയന്റൽ സ്റ്റൈൽ ഇവിടുത്തെ രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം കൂടുതലായും ചിത്രങ്ങൾ വരച്ചിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച സ്ഥാപനമാണ് ഏതോ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. അത് കൽക്കട്ടയിൽ ആയിരുന്നു. ഇത്രയും മതി. രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് ആയില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. രാജ രവിവർമ്മ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളയാണ്, മലയാളിയാണ്. നമ്മുടെ അതിൽ ഒരുപാട് ചിത്രങ്ങൾ കണ്ടു കാണുമായിരിക്കാം ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ള ശകുന്തളയും അങ്ങനെ ഹംസവും ഒരുപാട് ചിത്രങ്ങൾ ആര് വരച്ചിട്ടുണ്ട്? രാജ രവിവർമ്മ വരച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ എപ്പിക്സ്, ഇന്ത്യൻ ഇതിഹാസങ്ങളിലുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ ഇതിഹാസങ്ങൾ പറയപ്പെടുന്ന ചിത്രങ്ങളാണ് കൂടുതലായും രവിവർമ്മ വരച്ചിരുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ പോലെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ കളർ അല്ല, മറിച്ച് ഈ പഴച്ചാറ് അല്ലെങ്കിൽ ഇലകളുടെ ചാറ് അറിഞ്ഞാൽ മതിയുള്ള പഴച്ചാറുകളോ അല്ലെങ്കിൽ ഇലച്ചാറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിത്രാന രീതിയാണ് രാജ രവിവർമ്മ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നത്. മൂന്നാമത് നന്ദലാൽ ബോസ് ആണ്. 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നന്ദലാൽ ബോസ്. ഇവിടെ നന്ദലാൽ ബോസിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ 2 പിക്ചറാണ് പറയപ്പെടുന്നത്. 1 സതി, 2 വില്ലേജ് ഡ്രമ്മർ. ഫസ്റ്റ് എന്താ? സതി. സതി നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുന്നത്? ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്താലും മരിക്കുന്ന രീതി പണ്ടുകാലങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അനാചാരം എന്താണെന്ന് വളരെ വിശദമായി മനസ്സിലാക്കുവാൻ നമുക്ക് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ചിത്രത്തിലൂടെ സാധിക്കുകയും ചെയ്തു. കാരണം ആ ചിത്രം കാണുമ്പോൾ തന്നെ ഒരു വികാരം അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചിലപ്പോൾ വളരെ ചെറുപ്പത്തിലായിരിക്കും ഭർത്താവ് മരിച്ചു പോകുന്നത്. ഉടനെ എന്ത് ചെയ്യണം? സതി അനുഷ്ഠിക്കണമായിരുന്നു, ചിതയിൽ ചാടി മരിക്കണമായിരുന്നു. ആ ഒരു അനാചാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ വളരെ വിശദമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പിക്ചറാണ് ഏത്? സതി. അത്രയുള്ളൂ എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത് വില്ലേജ് ഡ്രമ്മർ ആണ്, അല്ലെങ്കിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ. വില്ലേജ് ഡ്രമ്മർ അല്ലെങ്കിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെക്കൻഡ് ടൈമിൽ എന്തോ ചോദിച്ച ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് ടൈമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. നന്ദലാൽ ബോസിന്റെ 2 ചിത്രങ്ങളുടെ പേര് എഴുതാൻ ചോദിച്ചു. സതിയും വില്ലേജ് ഡ്രമ്മർ. ഓക്കെ, നമുക്ക് ഇവിടെ പറയപ്പെടുന്ന വെച്ചാൽ നന്ദലാൽ ബോസ് 2 ചിത്രങ്ങളാണ്. ഒന്ന് സതിയും വില്ലേജ് ഡ്രമ്മറുമാണ്. സതിയെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഒരു ഭർത്താവ് മരിക്കുന്ന സ്ത്രീ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. വില്ലേജ് ഡ്രമ്മറെ കുറിച്ച് പറഞ്ഞാൽ, ഗ്രാമീണ ചെണ്ടക്കാരെ കുറിച്ച് പറഞ്ഞാൽ 1938 കോൺഗ്രസിന്റെ ഒരു സെക്ഷൻ എവിടെ വെച്ച് കൂടി? ഹരിപുരയിൽ വെച്ച് കൂടുകയുണ്ടായി. 1938 കോൺഗ്രസിന്റെ ഒരു സെക്ഷൻ ഹരിപുരയിൽ ചേരുകയുണ്ടായി. അപ്പൊ ആ ഒരു സമ്മേളനത്തിൽ അവരുടെ ഒരു പോസ്റ്ററായി, ഔദ്യോഗിക ഒരു ഒഫീഷ്യൽ പോസ്റ്ററായി തിരഞ്ഞെടുത്തത് എന്തിനാ? വില്ലേജ് ഡ്രമ്മർ. നിങ്ങൾ ഡീപ്പായി പഠിക്കേണ്ട, എത്ര അറിഞ്ഞാൽ മതി. സതിയും വില്ലേജ് ഡ്രമ്മറെ കുറിച്ച് പറഞ്ഞാൽ 1938 ഹരിപുര സമ്മേളനത്തിൽ അവിടെ ഒഫീഷ്യൽ പോസ്റ്ററായി എന്ത് ചെയ്തു? ഇതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഫൈനലി ലാസ്റ്റ് പോകുന്നത് അമൃത ഷെർഗിലാണ്. നമ്മൾ പറഞ്ഞ നന്ദലാൽ ബോസ്, രാജ രവിവർമ്മ, അതുപോലെ പിന്നെ പറഞ്ഞ അംബേദ്കർ ടാഗോർ എല്ലാം പുരുഷന്മാരാണ്. അത് വ്യത്യസ്തമായി പോകുന്ന അമൃത ഷെർഗിലേക്കാണ്. അമൃത ഷെർഗിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലായി ചിത്രങ്ങൾ വരച്ചിരുന്നത് എന്തിനെ കുറിച്ചാണ്? സഫറിങ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജ്, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ച്. ബ്രിട്ടീഷ് ഭരണകാലം ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഗ്രാമങ്ങളെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ നേരിട്ടു. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ നേരിടുന്ന സഫറിങ്സ് അല്ലെങ്കിൽ ആ ഒരു ദുരിതങ്ങളെ കുറിച്ചാണ് കൂടുതലായി ആര് വരച്ചത്? അമൃത ഷെർഗില ചിത്രങ്ങളെ വരച്ചത്. അത് മാത്രമല്ല യൂണിഫൈഡ് ഇന്ത്യ, ഒരു ഏകീകൃത ഇന്ത്യ ആയിരുന്നു അവരുടെ സ്വപ്നം. അതായത് എല്ലാവരെയും ചേർത്തുള്ള ഒരു യൂണിഫൈഡ് ഇന്ത്യ എന്ത് ചെയ്യുക? സ്ഥാപിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? അമൃത ഷെർഗിലിന്റെ ലക്ഷ്യം. ഓക്കെ, നമ്മള് രണ്ടാം ഭാഗത്ത് ആർട്ടിനെ കുറിച്ചാണ്. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ ആർട്ട് വളരെ സഹായിച്ചു. പ്രത്യേകിച്ച് പെയിന്റിംഗ്, ചിത്രകലകൾ. ഇവിടെ 4 പേരാ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അഭിനേന്ദ്രനാഥ് ടാഗോറാണ്. അതിന്റെ ലഭിച്ച് എന്തായിരുന്നു? ഭാരത് മാതയാണ്. ഇന്ത്യക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും സമാധാനവും നൽകുന്ന ഒരു ദേവതയായിട്ടും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും വെസ്റ്റേൺ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് ഓറിയന്റൽ സ്റ്റൈലാണ് ശേഖരിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം എന്താ ആരംഭിച്ചു? കൽക്കത്തയിൽ എന്താ ആരംഭിച്ചു? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരംഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ രാജ രവിവർമ്മയാണ്. അദ്ദേഹവും എങ്ങനെയുള്ള അതിന് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നത് എപ്പിക്സ്, ഇന്ത്യൻ എപ്പിക്സ്. ഇനി ഇതിഹാസങ്ങൾ പറയപ്പെടുന്ന പല കാര്യങ്ങളുമാണ് അദ്ദേഹം കൂടുതലായും ചിത്രങ്ങൾ വരച്ചിരുന്നത്. നന്ദലാൽ ബോസ് ആണ്. 2 ചിത്രങ്ങളും സതിയും വില്ലേജ് ഡ്രമ്മറും. ക്ലാസ് പറഞ്ഞത് അമൃത ഷെർഗിലാണ്.
ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ആ ഒരു സഫറിങ്സ് പ്രശ്നങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് അവര് ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇത് മാത്രമല്ല പ്രത്യേകിച്ച് യൂണിഫൈഡ് ഇന്ത്യ, ഒരു ഏകീകൃത ഇന്ത്യ എന്നായിരുന്നു അവരുടെ സ്വപ്നം. ഓക്കെ, അപ്പൊ നമുക്ക് 5ാമത്തെ പാഠം അവസാനിച്ചു. ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യം എന്തായിരുന്നു? ഇന്ത്യക്കാർക്കിടയിൽ നമ്മൾ പഠിച്ച പാഠം കൾച്ചർ ആൻഡ് നാഷണാലിസം. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞു പോകുന്നത് നാഷണാലിസം എന്താണ്. അപ്പൊ ഇന്ത്യക്കാർക്കിടയിൽ നാഷണാലിസം വളർത്താൻ സഹായിച്ച 5 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സോഷ്യൽ റിഫോം, സാമൂഹ്യ പരിഷ്കരണങ്ങള്, പ്രസ്, പത്രങ്ങള്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇന്ന് പഠിച്ച ലിറ്ററേച്ചറും ആർട്ടും സാഹിത്യവും കലയും. ഇതെങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തിയത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ.